നമസ്കാരം. മുഹമ്മദിനെ ട്രോളുന്ന മുഹമ്മദിയരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മുഹമ്മദ് കാണിച്ച സകല വൃത്തികേടുകളെയും അഭിമാന പുരസരം പൊതുജനത്തിന്റെ മുമ്പിൽ ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ലാതെ വിളിച്ചു പറയുന്ന ഇവർ തന്നെയാണ് വാസ്തവത്തിൽ മുഹമ്മദിനെ ആക്ഷേപിക്കുന്നവർ. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു. എം അക്ബർ ഐഷ കല്യാണത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രാകൃതമായ വിശദീകരണം. മുഹമ്മദിനേക്കാൾ പ്രായമുള്ള ഭാര്യയുണ്ട്, ഉണ്ടായിരുന്നു, ഖദീജ എന്ന പേര്. അവള് പല കെട്ടുകെട്ടിയതാ. മൂന്നാമത്തെ ഭർത്താവാണ് 15 വയസ്സ് കുറവുള്ള മുഹമ്മദ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുഹമ്മദിനോടൊപ്പം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് ഇവളാണ്, ഖദീജ. ഈ ഖദീജയെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് 6 വയസ്സുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊരു വീഡിയോക്കകത്ത്, പരിചയവും പഴക്കവും ഒക്കെ ഉള്ള ഖദീജ പലരുടെ കൂടെ ജീവിച്ച് കുടുംബജീവിതവും ലൈംഗികതയെക്കുറിച്ചുള്ള സമസ്ത കാര്യങ്ങളും പഠിച്ച ഖദീജയെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് 6 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ കെട്ടി അവളെ കൊണ്ട് മുഹമ്മദീയരെയും മുസ്ലിങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ചതെന്നുള്ള ആ മഹത്തായ വിശദീകരണം. അതാണ് എം അക്ബർ മുഹമ്മദിനെ ട്രോളിക്കൊണ്ട്, ഞാൻ ട്രോളുകയെന്നല്ല, മുഹമ്മദിനെ അപമാനിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇറക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടതാണ്, അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഹാരിസ് ബദരി ഉസ്താദിന്റെ ഒരു വീഡിയോ ആണ്. അതിനകത്ത് മുഹമ്മദ് ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഭാര്യയെ പറഞ്ഞ് മറ്റൊരു സ്ഥലത്തോട്ട് പോയിട്ട് വേലക്കാരിയെ കയറി പിടിക്കുന്ന ആ മഹത്തായ പ്രവൃത്തി, അതിന് അദ്ദേഹം പറയുന്ന വാക്കുകൾ തിരുനബിയുടെ തിരുപ്രവൃത്തികളാണ്. അപ്പൊ ഈ അപഹാസ്യമായ സകല പ്രവൃത്തികളെയും ഒരു ഉളുപ്പുമില്ലാതെ പൊതുജന മധ്യത്തിൽ അഭിമാനത്തോടെ പറയുന്ന ഒരു വർഗമാണ് ഇസ്ലാമിക ഉസ്താദുമാർ. ഇനി ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊരു മഹാന്റെ ഒരു വീഡിയോ ആണ്. അത് നിങ്ങളെ ഒന്ന് ശരിക്കും കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. മുഹമ്മദിന് കുറെ അവകാശങ്ങളുണ്ടെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. മുഹമ്മദിന് വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ് ഖുർആൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇത് ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഒരു ഗുണവും ഈ ഖുർആൻ ചെയ്യുന്നില്ല, തലവേദനയല്ലാതെ. 250-ലധികം തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ പുസ്തക മുഖാന്തരം ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാറ്റിന്റെ പിന്നിൽ, ഇന്നിപ്പോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലും ഈ തീവ്രവാദ മതമാണ്, ഈ ഭീകരവാദികളാണ്. ഇവരുടെ മതം പഠിച്ചിട്ട് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി കാശ്മീരിൽ വന്നതിന്റെ അനന്തരഫലമാണ് ഇപ്പൊ പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. ഇതേ തീവ്രവാദമാണ് ഹമാസികള് പലസ്തീനിൽ കാണിക്കുന്നത്, ഇസ്രായേലിനോട് കാണിക്കുന്നത്. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഈ ഭീകര മതമാണ്, അല്ലെങ്കിൽ ഈ ഖുറാൻ എന്ന് പറയുന്ന ഈ തീവ്രവാദ മത ഗ്രന്ഥമാണ്. ഇതിനകത്ത് മനുഷ്യന് നന്മകളൊന്നുമില്ല. ഇതിനകത്തുള്ളത് മുഹമ്മദിന് വേണ്ടി മാത്രമുള്ള കുറെ കാര്യങ്ങളാണ്. മുഹമ്മദിന്റെ കുടുംബകാര്യങ്ങള്, മുഹമ്മദിന്റെ ലൈംഗിക ജീവിതമേ, മുഹമ്മദിന്റെ പാവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് വേണമെങ്കിൽ വേറൊരു സമയത്ത് മുഹമ്മദിന് വേണ്ടി മാത്രം ഇറക്കിയ വാക്യങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് വീഡിയോ ഇറക്കാം. എന്നാൽ മുഹമ്മദിനെ വേണ്ടി അള്ളാഹു താല ശരിക്കിറക്കിയ ഒരു ആയത്തുണ്ട്, 33 അധ്യായം, അക്സാബ് എന്ന് പറഞ്ഞൊരു അധ്യായം, സംഘടിത കക്ഷികൾ, അതിന്റെ 50-ാമത്തെ വാക്യമാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഒരു വലിയ അധ്യായം വാക്യമാണ്. ആ വലിയ വാക്യത്തിലൂടെ മുഹമ്മദിന്റെ സ്ത്രീ സംബന്ധമായ വിഷമത ശരിക്കും മനസ്സിലാക്കിയിട്ട്, ശരിക്കും അള്ളാഹു ആരാന്നറിയാം നിങ്ങൾക്ക്, മുഹമ്മദിന്റെ സ്ത്രീ സംബന്ധം, ബാക്കി എല്ലാം വിശപ്പും വേദനയും ഒന്നും പ്രശ്നമല്ല, സ്ത്രീ സംബന്ധമായ മുഹമ്മദിനുണ്ടാകുന്ന വിഷമത്തെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് ആ വിഷമം തീർക്കാൻ വേണ്ടി ഈ അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ഒരു വാക്യമാണ് 33-ാമത്. നിങ്ങളൊന്ന് വായിക്കണം. ഇനി ആ വാക്യം വെച്ചുകൊണ്ട് ഇവര് പണ്ഡിതര് പറയുന്നത് മുഹമ്മദിന് 16-ലധികം അവകാശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവകാശങ്ങൾ അത് മുഹമ്മദിന് മാത്രം അള്ളാഹു കൊടുത്ത അവകാശങ്ങളാണ്, വേറെ ആർക്കും ഈ അവകാശങ്ങളില്ല. ആ വാക്യം വെച്ചുകൊണ്ടാണ് ഈ അഫ്സൽ ഉസ്താദ് എന്ന് പറയുന്ന ഒരാള്
എന്തോ ഒരു പേരൂടെ ഉണ്ടായിരുന്നു, അഫ്സൽ ഉസ്താദ് എന്ന അതിന്റെ പ്രോഗ്രാമിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി അയാൾ തന്നെ ആയിരിക്കും. ഇനി ഇയാളുടെ പേരൊന്നും അറിയത്തില്ലെങ്കിലും ഇയാൾ പറയുന്ന മഹത്തായ കാര്യം ഒന്ന് കേൾക്കണം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മുഹമ്മദിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. മുഹമ്മദിനെ നിങ്ങളുടെ മക്കളെ കാണിക്കാൻ പറ്റിയല്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ ഭാര്യമാരെ മുഹമ്മദിന് മുമ്പിൽ കാണിക്കാൻ പറ്റിയല്ല. കാണിച്ചുവെങ്കിൽ ആ സ്ത്രീ പോയി, മുഹമ്മദ് അടിച്ചോണ്ട് പോവും. മുഹമ്മദിനെ അടിച്ചോണ്ട് പോവാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഉസ്താദ് പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പ്രവാചകനാണെന്നും പറഞ്ഞ് തലയിലേറ്റി നടക്കുന്ന ഒരു മുസ്ലിമിന് പോലും ധൈര്യത്തോടെ മുഹമ്മദിന്റെ മുമ്പിലൂടെ സ്വന്തം ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ഭാര്യയെ കൊണ്ടുപോയാൽ മുഹമ്മദിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുഹമ്മദ് അപ്പോഴേ അടിച്ചു മാറ്റും. അല്ലെ മുഹമ്മദ് പറയും ഓൾ അവിടെ നിൽക്കട്ടെ, ഓനങ്ങ് പൊക്കോ, ഈ മുസ്ലിങ്ങൾ ഓവിയും വരച്ച് അവിടുന്ന് പോകാന്ന് നടക്കത്തുള്ളൂ. ഇതിനകത്ത് ഇയാൾ പറയുന്ന കുറെ കാര്യമുണ്ട് കേട്ടോ. ഇത് കേൾക്കണം നിങ്ങൾ. ഒരു സ്ത്രീയെ മുഹമ്മദ് കണ്ണു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഹമ്മദ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവളെ കെട്ടിച്ചു കൊടുത്തേ പറ്റൂ. അവൾ കെട്ടിയേ പറ്റൂ. മനസ്സിലായോ? ഇപ്പൊ മുഹമ്മദിന് ഭാര്യ ഇല്ലാത്ത അവസ്ഥയല്ല. മുഹമ്മദിന് 6 വയസ്സ് മുതൽ 66 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ തന്റെ ഈ ഭാര്യ പദത്തിൽ കിടപ്പുണ്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നേഴ്സറി മുതൽ വൃദ്ധസദനം വരെ ജീവിക്കാൻ പ്രായമുള്ള ആൾക്കാർ മുഹമ്മദിന്റെ ഭാര്യാപദത്തിനകത്തുണ്ട്. അതുള്ളപ്പോൾ തന്നെ മുഹമ്മദിന് അള്ളാഹു താല കൊടുക്കുന്ന അവകാശമാണിത്. ഇനിയും പുള്ളി ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കും പിന്നെ അവളെ കല്യാണം കഴിക്കാനോ കല്യാണത്തിന് ചോദിക്കാനോ പോലും അവകാശമില്ല. കെട്ടിച്ചു കൊടുത്തേക്കണം. അതാണ്. അതിനേക്കാളും വലിയ കോമഡി, ഒരു മുസ്ലിം ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ഉസ്താദായിരിക്കാം, അല്ലെങ്കിൽ ഈ കേരളത്തിൽ മുഹമ്മദിന് വേണ്ടി സിന്ദാബ വിളിക്കുന്ന ഈ അലി കാസിമിയോ, അല്ലെങ്കിൽ MM അക്ബറോ, അല്ലെങ്കിൽ ഹാരിസ് മദനിയോ, മുജാഹിദ് വാലിശ്ശേരിയോ, ഭഗതോ, അല്ലെങ്കിൽ നമ്മുടെ പെരുമ്പാവൂര് മുഹമ്മദ് ഈസായോ, ആരെങ്കിലും ആണെങ്കിൽ റോഡിലൂടെ ഇവന്മാരുടെ ഭാര്യയുമായിട്ട് നടക്കുന്നു. ഈ കേരളത്തിൽ എന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വളരെ വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ പെരുമ്പാവൂർ ഈസ മുഹമ്മദ് തന്നെ ആയിക്കോട്ടെ. ഈസാ മുഹമ്മദിന്റെ ഭാര്യയും കൂടെ റോഡിലൂടെ നടക്കുമ്പോൾ ഇയാൾ ഈ വലിയ മഹാനാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിറ്റി വിട്ടിട്ട് സേവിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രവാചകൻ മുഹമ്മദ് റോഡിലൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നടന്നു വരുന്നു. മുഹമ്മദ് ഈസയുടെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ മുഹമ്മദിന് ഇഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, മുഹമ്മദിന് സാധാരണ കിളി പോകുന്നൊരു പരിപാടിയുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ. അതാണ് സെയ്ദിന്റെ ഭാര്യ അടിച്ചു മാറ്റാനുള്ള കാരണം. അവളെ വിവസ്ത്രയായിട്ടോ ഭാഗിക വസ്ത്രം ധരിച്ചുകൊണ്ടോ കണ്ട സമയത്ത് മുഹമ്മദിന്റെ കിളി പോയി. അപ്പൊ മുഹമ്മദ് ഒരു കമന്റ് പറഞ്ഞു. ആ വാചകത്തിലൂടെയാണ് പിന്നീട് ആ പെണ്ണിനെ അടിച്ചു മാറ്റി സ്വന്തം ഭാര്യയാക്കുന്നത്. ദത്തുപുത്രന്റെ ഭാര്യ എന്ന് ഓർക്കണം, അടിച്ചു മാറ്റുന്നത്. അത് അള്ളാഹും മുഹമ്മദൂടെ കാണിച്ചൊരു തരികിന്റെ പരിപാടിയാണെന്ന് ഈ അക്സാബ് എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കണ്ട് കിളി പോയി, അല്ലെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞ ഉടനെ പുള്ളി പറയാണ്, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളി പറയും ഓൾ അവിടെ നിൽക്കട്ടെ, ഓൻ അങ്ങ് പൊക്കോളാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഈസ അങ്ങ് പോണം, ഓന്റെ ഭാര്യ അവിടെ നിൽക്കണം. മുഹമ്മദിന് കൊടുത്തേ പറ്റത്തുള്ളൂ. മുഹമ്മദിന് ഭോഗിക്കാൻ, ശാരീരിക ബന്ധത്തിൽ ഉപയോഗിക്കാൻ മുഹമ്മദിന് കൊടുത്തേ പറ്റൂ എന്നാണ് ഈ ഉസ്താദ് പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ. മുഹമ്മദ് ഈസ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഈസ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ മഹത്തായ പ്രവാചകനെ കുറിച്ച് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെയോ സ്വന്തം അമ്മയോ സ്വന്തം ഭാര്യയെ പോലും സ്വന്തം പെങ്ങളെ പോലും മുഹമ്മദിന്റെ മുമ്പിലൂടെ ധൈര്യത്തോടെ നടത്താൻ നിങ്ങൾക്ക് പറ്റിയല്ല. നടത്തി കഴിഞ്ഞാൽ മുഹമ്മദ് കണ്ട് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറയും ആ കൊച്ചവിടെ നിൽക്കട്ടെ. 6 വയസ്സുള്ള കൊച്ചാണെങ്കിലും കൊടുത്തേ പറ്റൂ. കാര്യം മുഹമ്മദിന് 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടി പരിചയമുണ്ട്. അങ്ങനെ പാരമ്പര്യവും പൈതൃകവും മുഹമ്മദിനുണ്ട്. ആയിഷ കൊച്ചിന് 6 വയസ്സായിരുന്നു. അപ്പോൾ ഈസാ മുഹമ്മദിന് കൊടുത്തിട്ട് പോയേ പറ്റുന്നു. ഇത്ര മഹത്തായ ഒരാളെയാണ് താൻ പ്രവാചകനായി പിൻപറ്റുന്ന ഓർക്കുമ്പോൾ എനിക്ക് കഞ്ചുകം ഉണ്ടാകുന്നു. മുഹമ്മദ് ഈസ പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഇനി നമുക്ക് ഇയാളെ വാക്കുകളിലേക്ക് ഒന്ന് കിടക്കാം. ഇയാൾ എന്താ ഈ പ്രവാചകന്റെ ആ മഹത്തായ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്? റോഡിലൂടെ റോഡിലൂടെ പോലും സ്വന്തം കുടുംബാംഗങ്ങളെ മുഹമ്മദിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ മഹത്തായ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് മുഹമ്മദ് എന്നാണ് ഈ ഉസ്താദ് പ്രസംഗിക്കുന്നത്. കേട്ടോളൂ. ഹബീബായ തങ്ങൾ മഹാന്മാർ എഴുതുകയാണ്,
അപ്പൊ ഒരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മള് ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടത് പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ ഇതാണ് കേൾക്കേണ്ടത്. ഒരു പെണ്ണിനെ ഒരുത്തൻ ആലോചിച്ചാൽ മുഹമ്മദ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന് തന്നെ കൊടുത്തേക്കണം, മുഹമ്മദിന് തന്നെ കൊടുത്തോണം. അതേസമയത്ത് ഇതാണ് അതിനേക്കാൾ രസം. ഏറ്റവും മുഹമ്മദിനുള്ള അവകാശമാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കി. പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാഖ് കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ സാധ്യത പറയാണ്. തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടത് പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. അഭിമാനത്തോടെ പറയുക. ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നവനാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ തന്നെ എത്ര പറയാണ്ട്. എങ്ങനെയുണ്ട് മുഹമ്മദിനുള്ള അവകാശവാദങ്ങൾ? എത്ര പറയാനുണ്ട്, എത്ര നീട്ടിയാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഭാര്യമാരെ പോലും മുഹമ്മദിനെ മുമ്പിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രവാചകൻ പെണ്ണ് വിഷയത്തിൽ മാത്രമായിരുന്നു മുഹമ്മദ് പ്രവാചകൻ. അല്ലാതെ മനുഷ്യന് ഗുണമുള്ള നിത്യജീവന്റെ കാര്യങ്ങളോ അത്ഭുത പ്രവൃത്തികളോ മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളോ ശാരീരിക വിഷയങ്ങൾക്കുള്ള പ്രശ്നങ്ങളോ ഒന്നും മുഹമ്മദിനില്ലായിരുന്നു. ആകെ അറിയാവുന്ന ഒരു പ്രവാചകത്വം ഈ സ്ത്രീ വിഷയത്തിനകത്തായിരുന്നു. അതിനെ സംബന്ധിച്ച് ഏത് ചോദ്യം ചോദിച്ചാലും ഏത് പാതിരാത്രി ചോദിച്ചാലും മുഹമ്മദ് ഉത്തരം പറയും. കർത്താവിന്റെ അടുക്കൽ വന്ന ആൾക്കാർ ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണോ? അപ്പൊ കർത്താവ് അതിന് മറുപടി പറഞ്ഞു. മുഹമ്മദിനോട് ആൾക്കാർ വന്ന് ചോദിക്കുന്നറിയാമോ? സ്ത്രീയെ കൈ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കണം? അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ മുഹമ്മദിന് അറിയത്തുള്ളായിരുന്നു. മനസ്സിലായോ? മുഹമ്മദ് നമ്മൾ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം, അത് പോട്ടെ. ഇത് നിങ്ങൾ കേട്ടോ, ഈ പറയുന്നത് എത്ര അപമാനകരമായ ഒരു കാര്യമാണ്. ഒരു പ്രവാചകനെ നല്ലവനോ മോശമോ, ഒരു മനുഷ്യനെ, പ്രവാചകൻ എന്നുള്ള വാക്ക് വെട്ടിക്കളയുക, ഒരു മനുഷ്യനെ നല്ലവനോ മോശമോ ആക്കുന്ന അവന്റെ സ്വഭാവമാണ്, അവന്റെ സ്വഭാവമാണ്, അല്ലാതെ അവന്റെ ഉപദേശമല്ല. ഇപ്പൊ മുഹമ്മദ് ഏകദൈവ വിശ്വാസം ലോകത്തെ പഠിപ്പിച്ചു. അതാണ് മഹത്തരം. മുഹമ്മദ് അല്ല ലോകത്തിൽ ആദ്യമായിട്ട് ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്നത്. മുഹമ്മദൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മോശയെ പഠിപ്പിച്ചത് ആദ്യമായിട്ട് ഏകദൈവ വിശ്വാസം. ഇസ്രായേൽ ജനത്തോടെ ഇസ്രായേലെ കേൾക്കാം, നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിന്റെ ആദ്യപാഠങ്ങൾ ഭൂമിയിൽ പഠിപ്പിച്ചത് ബഹുസ്വര ലോകത്ത് ബഹുദൈവ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന കണ്ണിക്കണ്ട പലതിനെയും ആരാധിച്ചുകൊണ്ടിരുന്ന പല ദേവതമാരും ദേവിമാരും ഇഴജന്തുക്കളും പക്ഷികളും വൃക്ഷങ്ങൾ വരെ ആരാധന മൂർത്തികളായിരുന്ന ഒരു കാലയളവിൽ നിന്നുകൊണ്ട്, ഒരു പ്രാചീന ലോകത്ത് നിന്നുകൊണ്ട് മോശയാണ് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ. ഇത് മുഹമ്മദ് കണ്ടുപിടിച്ചൊന്നുമല്ല, മുഹമ്മദ് അതിനെ ഏറ്റു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവര് പറയുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ്. അങ്ങനല്ലല്ല. ഇനി എന്ത് ഉപദേശം വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരുവനെ നന്മയോ തിന്മയോ മോശമോ നല്ലതോ ആക്കി എടുക്കുന്നത് അവന്റെ സ്വഭാവമാണ്. ആ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചാൽ മുഹമ്മദ് ഏറ്റവും പ്രാകൃതനാണ്, ഒരു പ്രവാചകൻ. ശ്രീബുദ്ധൻ എത്രയോ നല്ലവനായിരുന്നു, ഗുരുനാനക്ക് എത്രയോ നല്ലവനായിരുന്നു. ഇവരൊക്കെ ജീവിതത്തിന്റെ നന്മകൾ ത്യജിച്ചു കളഞ്ഞിട്ട് സൽക്കാര്യങ്ങൾ പറഞ്ഞ് മാനവജാതിയിൽ അഹിംസ പഠിപ്പിച്ച ആൾക്കാരാണ്, ഹിംസയെ ദുഷിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതേ സമയത്ത് മുഹമ്മദ് എന്ന പ്രവാചകന് ഉപദേശത്തിനകത്ത് ഒരു നന്മയില്ല. ജീവിതം വെറും പ്രാകൃത ജീവിതം നയിച്ച, ഇന്നും മനുഷ്യന് 1600 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ലോകത്തിൽ മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയാത്ത, യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ ലോകത്തെ ആക്കിക്കളഞ്ഞ ഈ ഭീകരതയ്ക്ക് പിന്നിലെല്ലാം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിനകത്ത് ഒരു മഹാൻ പറഞ്ഞു, അയാളുടെ സ്വഭാവം അല്ല പ്രശ്നം, അയാൾ പഠിപ്പിച്ചതാണ്. എന്ത് നന്മയെ പഠിപ്പിച്ചേ? പഠിപ്പിച്ചിട്ടൊന്നുമില്ല നന്മ. ഇത് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഒരു ഹിന്ദുവോ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കേരളത്തിൽ വെടിവെപ്പ് നടന്നത്. പക്ഷെ ഇതാരാ പ്രസംഗിക്കുന്ന അറിയാമോ? റോഡിലൂടെ ഇവന്മാരുടെ ഭാര്യമാരെ പോലും കൊണ്ട് മുഹമ്മദിന്റെ മുമ്പിലൂടെ നടത്താൻ കൊള്ളില്ല, അത്രയ്ക്ക് പ്രാകൃതനാണ് മുഹമ്മദ്. മുഹമ്മദിന്റെ കണ്ണിൽ പെട്ടുപോയെങ്കിൽ ആ സ്ത്രീ പോക്കാണ്. അവളെ തലാക്ക് ചൊല്ലി നോക്കണം, നിങ്ങൾ തലാക്ക് ചൊല്ലിയവന് കൊടുക്കണം, മുഹമ്മദിന് കൊടുക്കണം. ഇയാളെ എങ്ങനെയാണേ ബഹുമാനിക്കാൻ പറ്റുക? ഇയാളെ എങ്ങനെയാ ഞങ്ങൾക്ക് പ്രവാചകൻ വിളിക്കാൻ പറ്റുക? ഞങ്ങളുടെ മുമ്പിൽ പ്രവാചകത്വവും ദൈവീകതയൊക്കെ ഉൾക്കൊള്ളുന്ന ധാരാളം ദൈവമനുഷ്യരുണ്ട്. അവരെയൊക്കെ എടുക്കുമ്പോൾ ഇതിനേക്കാൾ ഫാർ 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 ബെറ്റർ ആണ്. ഇനി പൗലോസിനെ എടുത്താൽ, പത്രോസിനെ എടുത്താൽ, പിന്നെ ദാവീദിനെ എടുത്താൽ, അബ്രഹാമിനെ എടുത്താൽ, ഏത് മനുഷ്യർ, ജോസഫിനെ എടുത്താൽ, അവരൊക്കെ മുഹമ്മദിനെ ഇവരുടെ ഒന്നും അടുക്കൽ 1000 മൈൽ പോലും അടുത്തു നിർത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രാകൃതനാണ് മുഹമ്മദ്. ഞങ്ങളുടെ കർത്താവ് പരിശുദ്ധനും പരിപാവനുമാണ്, തിന്മ ചെയ്യാത്തവനാണ്, തിന്മയില്ലാതെ ജീവിച്ചവനാണ്, നന്മ മാത്രം ചെയ്തവനാണ്. ഞങ്ങളുടെ കർത്താവിന്റെ അടുക്കൽ സ്ത്രീകൾ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, മുതിർന്നവർ വന്നിട്ടുണ്ട്, രോഗികൾ വന്നിട്ടുണ്ട്. അവരോടെല്ലാം കർത്താവ് പെരുമാറി എങ്ങനെയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് എങ്ങനെ അവരെ അഭിസംബോധന ചെയ്യുന്ന തിരുവെഴുത്തിനകത്ത് എഴുതി വെച്ചു. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് എങ്ങനെ പ്രവർത്തിച്ച് തിരുവെഴുത്തിനകത്ത് എഴുതി വെച്ചു. കണ്ടവര് പറയുന്നുണ്ട്, അവരെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കി, ഈ മനുഷ്യൻ എത്ര പ്രാകൃതനും വൈകൃതനും ബാർബേറിയനുമായിരുന്നു എന്നുള്ളൊരു തെളിവല്ലേ ഇവര് തന്നെ പറയുന്ന ഈ പ്രസംഗങ്ങൾ. വഴിയിലൂടെ ഒരു ഭാര്യയും ഭർത്താവോട് നടന്നു പോകുമ്പോൾ ഹബീബായ സലവലാദി എനിക്ക് വായി വരുന്നില്ല, മുഹമ്മദ് മുമ്പിലൂടെ വരുവാണെങ്കിൽ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓൾ അവിടെ നിൽക്കട്ടെ, ഓൻ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ അപ്പൊ തന്നെ ഭർത്താവ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞ കളിയാണോ? വഴിയെ പോകുന്നത് ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാനുള്ളതാണോ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്? അപ്പൊ ഒരു സ്ത്രീയെ ആരാക്കി മുസ്ലിങ്ങളെ? മുഹമ്മദ് ആരാക്കി? അള്ളാഹു ആരാക്കി? ഇസ്ലാമിന്റെ ആശയത്തിനകത്ത് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? വെറും അപഹാസ്യമായ പരിഹാസ്യമായ ചാക്കിനകത്ത് കയറി നടക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സെക്സ് ഉപകരണം മാത്രമാണ്. അവർക്ക് അതിനു വേണ്ടി മാത്രം ഈ സ്ത്രീയെ മതി. അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ പ്രവാചകനാന്ന് പറഞ്ഞ് ഒരുത്തം വന്നിട്ട് തരണം എന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷെ മുസ്ലിങ്ങൾ കൊടുക്കും. അഭിമാനത്തോടൊരുത്തം പ്രസംഗിക്കുക, കേരളത്തിന്റെ മണ്ണിൽ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള മനുഷ്യരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഈ ഈ കാട്ടർമികളുടെ ഇടയിൽ പോയി പ്രസംഗിച്ചിരുന്ന വേണ്ടിയില്ലായിരുന്നു. വിദ്യാഭ്യാസവും വിവരമുള്ള കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുത്തൻ പ്രസംഗിക്കുകയാണ്, ഹബീബായ മുഹമ്മദ് റോഡിലൂടെ പോകുമ്പോൾ ഇവന്റെയൊക്കെ ഭാര്യയെ കണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ അവരപ്പ തന്നെ തലാക്ക് ചൊല്ലി കൊടുക്കണം മുഹമ്മദിന് ഭോഗിക്കാൻ എന്ന് പറയുമ്പോൾ മുഹമ്മദ് ആരായിരുന്നു? മുഹമ്മദിന്റെ സ്വഭാവം എന്തായിരുന്നു? എന്തിനാ മുഹമ്മദിന് നാട്ടിലുള്ള സ്ത്രീകളെ എല്ലാം കൂടെ കൊടുക്കുന്നത്? അള്ളാഹു അനുവദിക്കുന്നുണ്ട്. 33-50 മാത്രം വായിച്ചാൽ മതി മുഹമ്മദിന്റെ പ്രാകൃതവും വൈകൃതവുമായ സ്വഭാവം മനസ്സിലാക്കാൻ. അതിന് കൂട്ടു നിൽക്കുന്ന അള്ളാഹുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ 33-50 മാത്രം വായിച്ചാൽ മതി. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ കാണിച്ചു തരാ. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാം, ഇനി കേട്ടോളൂ. ഇനി മൊത്തം പറ്റും. അതെങ്ങനെ? കെട്ടന് മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇന്ന പെണ്ണിനെ ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കാം. അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല, പെണ്ണിന്റെ വാപ്പന്റെ സമ്മതം ആവശ്യമില്ല. കാരണം ഇതാണ് മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ മറ്റൊരു സ്വഭാവം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞല്ലേ, ഇനിയും പറയാനുണ്ട്. ഇത് ഞങ്ങളാരും പറയുന്നൊന്നുമല്ല. ഉസ്താദുമാർ ആവേശത്തോടെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കണ്ഠക്ഷോഭം നടത്തുന്ന മഹനീയവും മഹത്തരവുമായ വിശദീകരണങ്ങളാണ്. ഇത് കേൾക്കുന്ന ഒരു സാധാരണ മുസ്ലിമിന് അപമാനമായിട്ട് തോന്നും, അഭിമാനമായിട്ട് തോന്നും. നമുക്കിത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഒരാൾ, അതും ദൂതുകളും അരുളപ്പാടുകളും പുസ്തക രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് കെട്ടിയെടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പ് നിൽക്കുന്ന ഒരുത്തന് ഈ തരത്തിലൊരു സ്വഭാവമാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രമാണം അനുസരിച്ച് അവൻ ഭൂലോക പിഴയാണ്. അവൻ അംഗീകരിക്കാൻ ഞങ്ങൾക്കും പറ്റിയല്ല, ഞങ്ങളുടെ വിശ്വാസത്തിനകത്ത് അത് പറ്റിയല്ല. പക്ഷെ മുസ്ലിങ്ങള് മുഹമ്മദ് കാണിച്ച ഏത് പ്രാകൃത വൈകൃത പ്രവൃത്തികളെയും അഭിമാനത്തോട് പൊതുലോകത്തിന് മുമ്പിൽ പറയാൻ യാതൊരു ഉളുപ്പുമില്ല.
അപ്പൊ മുസ്ലിങ്ങളെ തെറി പറഞ്ഞ ഞങ്ങളാരുമല്ല. വർഗീസാമോന് പറഞ്ഞു എന്നും പറഞ്ഞായിരുന്നു ഒരിടയ്ക്ക് ബഹളം. അനിൽ കൊടുത്തോട്ടം പറഞ്ഞു എന്നും, അനിൽ അയ്യപ്പൻ പറഞ്ഞു, സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ പറഞ്ഞു എന്നും പറഞ്ഞു കുറെ ആൾക്കാരുടെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തെറി പറയുന്നു. മുജാഹിദ് വാലിശ്ശേരിയൊക്കെ എന്തും വേണ്ടി കിടന്ന് കാറിയതാണ്. തെറി പറയുന്ന ആരാണ്? ഇന്നലെ ഒരുത്തം പറഞ്ഞു തിരുമേനി വേലക്കാരിയെ കയറി പിടിച്ചു, അതിനുവേണ്ടിയാണ് 66-ന്റെ ഒന്നിറക്കിയെന്ന്. ഇന്നൊരാൾ പറയാം, ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, 33-ന്റെ 50-ന്റെ വിശദീകരണം കൊടുത്തുകൊണ്ടാണ് ഇയാൾ പറയുന്നത് മുഹമ്മദിന് അധികം ധാരാളം അവകാശവാദങ്ങളുണ്ട്. അതിലൊരു അവകാശവാദം, വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങളെ പോലും കണ്ടാൽ മുഹമ്മദ് മോഹിച്ചു പോയാൽ അവളെ കെട്ടണം. അപ്പൊ ഞാൻ മുസ്ലിം പണ്ഡിതന്മാരോടും ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി കിടന്ന് ഇസ്ലാമിന് വേണ്ടി കിടന്ന് കണ്ടക്ഷോഭം ചെയ്യുകയും ഈ ഭീകരവാദത്തിന് ചൂട്ടുപിടിക്കുകയും കേരളത്തിൽ നിന്ന് പണം സമ്പാദിച്ച് ഈ ഹമാസികൾക്ക് അയച്ചു കൊടുക്കുകയും അതുപോലെ തീവ്രവാദത്തിന് ഇവിടെ തന്നെ സ്റ്റഡി ക്ലാസ് കൊടുക്കുകയും പാവപ്പെട്ട നിരപരാധികളെ പെൺകുട്ടികളെ വളച്ചു കൊണ്ടുപോയി നശിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും എത്തിക്കുന്ന ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് ഞങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഈ ഇയാളെയാണ് അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾക്ക് നാണമില്ല ഇയാളെ പ്രസംഗിക്കാൻ? നിങ്ങളുടെയൊക്കെ തലച്ചോറിനകത്ത് എന്തായിരിക്കുന്നു? ഒരു സാമാന്യവും സാധാരണമായ ബുദ്ധി വെച്ച് പഠിച്ചാൽ പോലും ഇയാളെ മനുഷ്യനോട് അംഗീകരിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളെ തെറി പറയുന്നതിന് ഞങ്ങൾ തെറി പറയുന്നു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് മുഹമ്മദിനെ ആക്ഷേപിക്കുന്നത്. ഈ പ്രാകൃത പ്രവർത്തികളൊന്നും സാധാരണവും സാമാന്യവും ബോധമുള്ളൊരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത്രേ പറയാൻ വേണ്ടിയുള്ളൂ. ഇനി അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.